ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ ഞാൻ വെച്ച് ഒരു 2-3 വീഡിയോ നോമ്പിൻ്റെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്തിരിയൊക്കെ കാണിക്കുന്നുണ്ട്. പത്തിരിൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ അന്തം വിടണ്ട കേട്ടോ. ഞാൻ പ്രസ്സിൽ മാത്രം പരത്തുള്ളൂ, പിന്നെ കല്ലിലിട്ടിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയൊന്നുമില്ല. പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര മെനക്കേടാണ്. ഉണ്ടാക്കിയും പോരാതുണ്ടോ, ചുട്ടെടുക്കണമെങ്കിൽ ഈ ഒരു കുഞ്ഞി ചട്ടി വെച്ച് 2-3 ഒക്കെ ചുട്ടെടുക്കണം. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല. എൻ്റെ കാക്കു പറയും, മാവേലി വരുന്ന പോലെയാണ് ഇവിടെ പത്തിരി വരുന്നത്, റമദാൻ മാസം വരണമെന്ന്. അത് 2 ദിവസം, അതിൽ കൂടുതൽ ഞാൻ പത്തിരി ഉണ്ടാക്കില്ല കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വല്ല ദോശയോ ചട്ടിനിയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെ ഈ വലിപ്പം കണ്ട് നിങ്ങൾ ഇതാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, പ്രസ്സിൽ പറ്റുന്നുണ്ട് കേട്ടോ ഇത്രച്ച് കുഞ്ഞിത്. അപ്പോൾ നമ്മളങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്തിരി നല്ല പൊള്ളച്ചൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ലായിട്ടു നല്ല പത്തിരി കഴിഞ്ഞു. അപ്പോൾ പത്തിരി ഇട്ട് കഴിഞ്ഞു. പിന്നെ പത്തിരിക്ക് കറിയായിട്ട് മുട്ടക്കറി ആയിരുന്നു കേട്ടോ. ചിക്കനും ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കി. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാനത് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും പിന്നെ ഒരു വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ മസാല ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ തേങ്ങ ഞാൻ മിക്സിയിൽ വെച്ചിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചൂടാറി. അപ്പോൾ ഈ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ഈ മസാലക്കൂട്ടിട്ടിട്ട് അതും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ട് പിന്നെന്താ, കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മളെ കൂട്ടൊഴിച്ചിട്ട് നമ്മളെ മുട്ടക്കറി സെറ്റാണ്. പിന്നെ കുറച്ച് പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിരുന്ന പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ ഈ കാണുന്നത് ലാസ്റ്റത്തെ ഉണ്ടാക്കലാണ്. പിന്നെ 2 വെച്ച് ചുട്ട് മെനക്കെടണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഒന്നായിട്ട് അങ്ങനെ ഇട്ടാണ്. പിന്നെ ചട്ടി ഇച്ചിരി വലുതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതേ നമ്മളെ പഴംപൊരി അങ്ങനെ ചുട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കറുപ്പ് എള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പഴംപൊരി ചുട്ടു. പിന്നെ അതേ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തരിക്കഞ്ഞി ഇതെങ്ങനത്തെ കളർ എന്ന് വെച്ചാൽ ഇത് കാരമലൈസ് ചെയ്തിട്ട് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കി നോക്കിയതാണ്. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളൻ്റെ കോലം കാണണ്ട. അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. പിന്നെ ഇത് ഞാൻ കുറച്ച് ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. ചോറ് എന്തായാലും ഇവിടെ ഒരു പിടിയെങ്കിലും തിന്നണം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളൻ്റെ കോലാണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ നേരാക്കട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ടാറ്റ, ബൈ, സീ യു.